വെൽക്കം ടു ഐവാസ് ഏപ്രിൻ. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് റെസിപ്പിയുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പം മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിലോട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ടയോട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. ഇവിടെ ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അത് വറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി എന്താ വേണ്ടതെന്ന് നോക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയാണ് വേണ്ടത്. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് 3 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇങ്ങനെ ഇത് ഉണ്ടാക്കുക നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് തേങ്ങ വറുത്തെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള പാൻ വെച്ചിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടി കുറയ്ക്കുകയോ ചെയ്യാം. ഇന്ന് നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. അധികം ബ്രൗൺ ആവേണ്ട, ഒരു യെല്ലോയിഷ് കളർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട പൊരിച്ചെടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ പൊരിച്ചെടുക്കാം. എന്നിട്ട് പൊരിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കുകയാണ് വേണ്ടത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ യെല്ലോ കളറാട്ടോ വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തേങ്ങയിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വറക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയായി വരുമ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് അരയണം കേട്ടോ നമ്മുടെ തേങ്ങ. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് വറവിടാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 3 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് വറവിടാൻ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടാണ് ഉള്ളത്. നമുക്ക് ഇതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പം എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആ വറക്കുന്ന സമയം മാത്രം മതി, ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ആവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.